2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് LDFO UDFO എന്നാണ് പ്രധാന ചർച്ച. പക്ഷേ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ ഇന്ത്യയൊട്ടാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ് NDA അക്കൗണ്ട് തുറക്കുമോ എന്നതും. (2016) നേമത്ത് O രാജഗോപാലിലൂടെ നേടിയ സീറ്റ് 2021 നഷ്ടമായതോടെ നിരാശയിലായ BJP ക്യാമ്പ് ഇത്തവണ വാശിയോടെ ഉണർന്നു പ്രവർത്തിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ നേടിയ ചരിത്ര വിജയത്തിന്റെ ആത്മവിശ്വാസവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അട്ടിമറികളും വോട്ട് കണക്കുകളും BJPക്ക് കരുത്തു പകരുന്നതാണ്. 2021 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയ NDAക്ക് ഇത്തവണ സീറ്റ് ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മലമ്പുഴ, ചാത്തന്നൂർ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലാണ് ഇത്തവണ BJP പ്രതീക്ഷ ഉയർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വോട്ട് കണക്കുകൾ നൽകുന്ന പ്രചോദനവും BJPയെ ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് വിജയപ്രതീക്ഷയുമായി ഇത്തവണ NDA പോരാട്ടത്തിനിറങ്ങുന്നത്. എല്ലാ മണ്ഡലങ്ങളെയും പേരിന് പരിഗണിച്ചെങ്കിലും വിജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് NDA BJP ക്യാമ്പിന്റെ പ്രവർത്തനം ശക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജനവിധി തേടിയിറങ്ങുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ E ശ്രീധരൻ 3859 വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലം. അന്ന് 35% വോട്ട് വിഹിതം നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. ആ സാഹചര്യവും ശോഭാ സുരേന്ദ്രൻ എന്ന മുൻനിര വനിതാ നേതാവിന്റെ സ്വാധീനവും ഇത്തവണ വിജയത്തിലേക്ക് അടുപ്പിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് NDA. കോൺഗ്രസിന്റെയും CPIMന്റെയും പാലക്കാട്ടെ പ്രതിസന്ധിയും സഹായമാകുമെന്നാണ് പ്രതീക്ഷ. സാക്ഷാൽ മോദിയെ തന്നെ പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തിച്ചതും ആ പ്രതീക്ഷയിലാണ്. BJPക്ക് ആദ്യ MP സമ്മാനിച്ച തൃശൂരിൽ ഇത്തവണ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളിലൊരാളായിരുന്ന K കരുണാകരന്റെ മകൾ പത്മജയെയാണ് NDA സ്ഥാനാർത്ഥിയാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിച്ച പിന്തുണയും കോൺഗ്രസിലെ അസംതൃപ്തരുടെ വോട്ടുകളും കൂടി ചേർന്നാൽ പത്മജയിലൂടെ മണ്ഡലം പിടിക്കാം എന്ന പദ്ധതിയാണ് ഇത്തവണ NDA പരീക്ഷിക്കുന്നത്. മൂന്ന് മുന്നണികൾക്കും വ്യക്തമായ സ്വാധീനമുള്ള നേമം കേരളത്തിൽ BJP ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലം. 2016 O രാജഗോപാലിലൂടെ NDA നിയമസഭ കാണിച്ച മണ്ഡലം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അംഗം കുറിക്കാൻ കച്ചകെട്ടി നേമത്തിറങ്ങുന്നത്. രാജഗോപാലിന് കിട്ടിയ സ്വീകാര്യത ഇത്തവണയും നേമം BJPക്ക് നൽകിയാൽ മണ്ഡലത്തിലെ വോട്ടുകൾ ഉയർത്താൻ കഴിഞ്ഞാൽ 2016 ആവർത്തിച്ചേക്കാം. LDFന് വേണ്ടി V ശിവൻകുട്ടി തന്നെയാണ് ഇത്തവണയും പോരാട്ടത്തിനിറങ്ങുന്നത്. UDFന് വേണ്ടി KS ശബരിനാഥനും. LDF വോട്ടുകൾക്ക് പുറമെ മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള പുതിയ പരിവേഷവും ഇത്തവണ ശിവൻകുട്ടിക്ക് നേമത്ത് ഗുണം ചെയ്തേക്കാം. ജനകീയതയും കോൺഗ്രസിന്റെ യുവനിരയിലെ സൗമ്യമുഖവും G കാർത്തികേയൻ എന്ന അതികായനായ കോൺഗ്രസ് നേതാവിന്റെ മകനെന്നതും ശബരിനാഥന് പിന്തുണ വർദ്ധിപ്പിച്ചേക്കാം എന്നും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ നേമം ഇത്തവണ ശക്തമായ പോരാട്ടത്തിനാകും സാക്ഷിയാവുക. മഞ്ചേശ്വരത്താകട്ടെ ഏറെ പരിചിതനാണ് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. 2016 തെരഞ്ഞെടുപ്പിൽ ചുണ്ടിനും കപ്പിനുമിടയിൽ എന്നവണ്ണം K സുരേന്ദ്രന് നഷ്ടമായ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് പാർട്ടി. K സുന്ദര എന്ന അപരൻ 467 വോട്ടുകൾ നേടിയ മണ്ഡലത്തിൽ അന്ന് 89 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ പരാജയമറിഞ്ഞത്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് കോടതി കയറിയെങ്കിലും ആ പരാജയം മാത്രം മാറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് തോൽവിയറിഞ്ഞെങ്കിലും സുരേന്ദ്രൻ പിന്മാറിയില്ല. ഇത്തവണ മഞ്ചേശ്വരത്ത് അഭിമാന പോരാട്ടമാണ്. കാസർഗോഡും മഞ്ചേശ്വരവും പടിപടിയായി BJP ഉയർന്നുവരുന്ന മണ്ഡലങ്ങളാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ജനങ്ങൾക്കിടയിൽ സുപരിചിതയായ ML അശ്വിനിയെയാണ് NDA കാസർഗോഡ് പരീക്ഷിക്കുന്നത്.
അവരുടെ ജനപ്രീതി ഒരുപക്ഷെ വിജയമായി മാറുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. വി മുരളീധരൻ കഴക്കൂട്ടത്ത് പോരിനിറങ്ങുമ്പോൾ കടകംപള്ളിയെ വീഴ്ത്തി കഴിഞ്ഞ തവണത്തെ 2ാം സ്ഥാനം ഒന്നാക്കാനുള്ള സാധ്യതയാണ് BJP ഉയർത്തിപ്പിടിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മുൻ DGPയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറുമായ R. ശ്രീലേഖ തന്നെ അംഗത്തിനിറങ്ങുന്നു. K. മുരളീധരന്റെ തിരിച്ചുവരവും VK പ്രശാന്തിന്റെ ജനകീയതയും മറികടന്ന് ശ്രീലേഖ വിജയം നേടുമോ, വോട്ടുയർത്തുമോ എന്ന് കണ്ടറിയണം. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ LDF-നായി സിറ്റിംഗ് MLA വീണ ജോർജും UDF-നായി അബിൻ വർക്കിയും നേർക്കുനേർ വരുമ്പോൾ മറ്റൊരു വെല്ലുവിളി BJP-ക്കായി പ്രമുഖ നേതാവ് കുമ്മനം രാജശേഖരൻ ഇറങ്ങുന്നു എന്നതാണ്. വിജയസാധ്യതയേക്കാൾ BJP-ക്ക് എത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാനാകും എന്നതാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മത്സരിക്കുന്നതുപോലെ വിജയസാധ്യതയുള്ളവരുടെ പട്ടികയിൽ തന്നെയാണ് കുമ്മനം രാജശേഖരനെയും NDA കണക്കാക്കുന്നത്. നേരത്തെ കൊടുങ്ങല്ലൂർ സീറ്റ് ലഭിക്കാത്തതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച B. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ ഭാഗ്യം പരീക്ഷിക്കുന്നു. മേജർ രവിയാകട്ടെ ഒറ്റപ്പാലത്തും. യുവാക്കളെ ആകർഷിക്കാൻ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സീരിയൽ താരം വിവേക് ഗോപൻ പോലുള്ളവരെയും BJP കളത്തിലിറക്കിയിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് എത്തിയവർക്കും പുതിയ പട്ടികയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നാട്ടികയിൽ CPI വിട്ടിറങ്ങിപ്പോയ CC മുകുന്ദൻ, പറവൂരിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന വത്സല പ്രസന്നകുമാറിനെയാണ് NDA പോരിനിറക്കുന്നത്. BDJS-നൊപ്പം ഇത്തവണ 2020യും NDA-യുടെ ഭാഗമാണ്. 23 സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. ഇരവിപുരത്ത് RSPയിൽ നിന്ന് വന്ന സജി ഡി ആനന്ദ്, കുട്ടനാട്ടിൽ സന്തോഷ് ശാന്തിയും, കായംകുളത്ത് തമ്പി മേട്ടുന്തറയും, അരൂരിൽ PS ജ്യോതിസും, കോട്ടയത്ത് P. അനിൽകുമാറും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളാണ്. അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഇത്തവണ BDJS-ന് അത്ര ആവേശമില്ലെന്നാണ് വിലയിരുത്തൽ. നടി അഞ്ജലി നായർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും വ്യവസായിയുമായ പ്രോമി കുര്യാക്കോസ്, ജെൻസി തലമുറയുടെ പ്രതിനിധിയും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയുമായ 25-കാരി ആതിര D. നായർ, മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ്, ബിഗ് ബോസ് താരം അഖിൽ മാരാർ തുടങ്ങിയ സെലിബ്രിറ്റികളെ രംഗത്തിറക്കിയാണ് ഇത്തവണ 2020യുടെ പോരാട്ടം. തൃപ്പൂണിത്തുറ, തൃക്കാക്കര പോലുള്ള പ്രധാന മണ്ഡലങ്ങളിൽ വരെ 2020യാണ് NDA-ക്കായി മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായെങ്കിലും ഇത്തവണ NDA സീറ്റ് ധാരണകൾ ഏറെ ചർച്ചയായിരുന്നു. പൂഞ്ഞാറും വൈക്കവും BDJS BJP-ക്ക് നൽകി. പകരം കോട്ടയം, കടുത്തുരുത്തി സീറ്റുകളിൽ BDJS സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഉടുമ്പൻചോലയിൽ മത്സരിക്കുന്ന സംഗീത വിശ്വനാഥാണ് ഏക വനിതാ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ BJP 32,000-ൽ പരം വോട്ട് നേടിയ കോന്നിയിൽ BDJS സ്ഥാനാർത്ഥിയെ നിർത്തിയതും ശബരിമല ഉൾപ്പെടുന്ന റാന്നിയിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയതും BJP CPM ഡീലിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. ഇതിൽ റാന്നിയിലെ സീറ്റ് ധാരണയാണ് ഏറെ ചർച്ചയായത്. കഴിഞ്ഞ തവണ BDJS മത്സരിച്ച ഇവിടെ ഇത്തവണ BJP മത്സരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അപ്രതീക്ഷിത ട്വിസ്റ്റ് വന്നപ്പോൾ സീറ്റ് 2020ക്കാണ്. ചെറുകിട വ്യവസായിയായ തോമസ് K. സാമുവലാണ് NDA സ്ഥാനാർത്ഥി. ഡീൽ ആരോപണം വിവാദമായതോടെ ഈ മണ്ഡലങ്ങളിലേക്കും ജനശ്രദ്ധ ഏറുകയാണ്. സംസ്ഥാനത്ത് മൊത്തം 97 മണ്ഡലങ്ങളിലാണ് BJP മത്സരിക്കുക. BDJS-ഉം 2020യും ഉൾപ്പെടെ പ്രചാരണത്തിൽ ശക്തമായ മേൽക്കൈ പലയിടങ്ങളിലും കൊണ്ടുവരുന്നുണ്ടെങ്കിലും NDA-ക്ക് ഏറെ പ്രതീക്ഷ പാലക്കാടും നേമവും തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സംഭവിച്ച അതേ വിസ്മയം ആവർത്തിച്ച് ഏതു വിധേനയും ഇത്തവണ കേരളത്തിൽ പൂട്ടിപ്പോയ അക്കൗണ്ട് തുറക്കും എന്ന ആത്മവിശ്വാസമാണ് NDA ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്.